ഈ വഴിയിലെത്തി ഇരുചക്രവാഹനത്തിൽ റീൽസ് എടുക്കുന്നവൻ്റെ കൈയും കാലും തല്ലിയൊടിക്കും. ഈ റോഡിലെത്തി ബൈക്കിൽ അഭ്യാസം കാണിക്കുന്ന ഫ്രീക്കന്മാരെ കൊണ്ട് സഹികെട്ടപ്പോൾ ഒരു കൂട്ടം ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ബോർഡാണിത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കിഴക്കൻമുത്തൂർ മനക്കച്ചിറ റോഡിലാണ് ഈ ബോർഡ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഡംബര ബൈക്കിലെത്തിയ യുവാക്കൾ ഈ റോഡിലൂടെ അമിത വേഗതയിൽ ബൈക്ക് ഓടിച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടമുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിക്കാൻ ഇടയായത്. ഈ അപകടം നടന്നെന്നായിരുന്നു? കഴിഞ്ഞ ദിവസമാണ് ഈ അപകടം നടന്നത്. സാധാരണ സ്ഥിരം ഇങ്ങനെ റീൽസ് എടുക്കുന്ന സ്ഥലമായിട്ട് 15-നും 20-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾ അവർ ക്ലാസ് കട്ട് ചെയ്ത് വന്ന് ഇവിടെ റീൽസ് എടുക്കുന്നത് നിത്യസംഭവമാണ്. ഇത് എന്ന് പറഞ്ഞാൽ കിഴക്കൻമുത്തൂർ മനക്കച്ചിറ മെയിൻ വഴിയാണ്. റാന്നി, കോന്നി, പത്തനംതിട്ട അവിടെയുള്ള മുഴുവൻ ആളുകളും ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഇവിടെ നിരന്തരമായി ഇത്തരത്തിലുള്ള കുട്ടികൾ വന്ന് റീൽസ് എടുക്കുകയും ഇവിടെ വഴി യാത്രക്കാരുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങളുണ്ട്. ഇവരെ ഒന്നും ഗൗനിക്കാതെയാണ് ഇവിടെ റീൽസ് എടുക്കുന്നത്. ഇതിനെപ്പറ്റി പലതവണ അധികാരികളോട് ഞങ്ങൾ വേണ്ട രീതിയിൽ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടും യാതൊരുവിധ പ്രതികരണവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കിഴക്കൻമുത്തൂർ സ്റ്റാൻഡിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇതുപോലെ ഓട്ടം പോകുമ്പോൾ ഈ റീൽസ് ഷൂട്ട് ചെയ്ത ഒരു സംഘം വിദ്യാർത്ഥികൾ വന്ന് അദ്ദേഹത്തെ ഇടിക്കുകയും ഓട്ടോ മറിയുകയും ബൈക്ക് പൂർണ്ണമായി നശിച്ചു പോയി. ഞങ്ങളുടെ ഓട്ടോറിക്ഷ ആ ഒരു സഹപ്രവർത്തകന് ദേഹമാസലം നല്ല ഒരു ക്ഷതം പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിക്കുണ്ട്. ഓട്ടോറിക്ഷകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് ഒരു 10,000 രൂപയുടെ പണി ഉണ്ട്. അപ്പോൾ അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും കൂടി സംഘടിച്ചുകൊണ്ട് ഞങ്ങളൊരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചു. അപ്പം അധികാരികൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അപകടം പറ്റിയ ആ ഒരു പയ്യൻ നല്ലതുപോലെ പയ്യൻ്റെ കൈക്കൊക്കെ നല്ലപോലെ മുറിവ് പറ്റിയിട്ടുണ്ട്. കാരണം ഈ പാലത്തെ വെച്ച് 2 വണ്ടിയും മറിഞ്ഞ് ഈ റോഡിൻ്റെ നടുക്ക് കിടക്കുകയായിരുന്നു. അപകടം ഉണ്ടാകുന്നു. പിന്നീട് ആ യുവാക്കളെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നു? ഞങ്ങൾക്ക് സാധിച്ചു. കാരണമെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പോലീസിനെ വിളിച്ച് പറയുകയും അവർ വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 2 പേരെയും ആശുപത്രിയിൽ കൊണ്ടുപോയി. 2 വണ്ടികളിലായിട്ട് 4 പേരാണ് വന്നത്. ഈ അപകടം നടന്നതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന 3 പേർ ഒരു ബൈക്കിൽ കയറി അങ്ങ് പോയി. പരിക്കേറ്റ ഒരാളുള്ളായിരുന്നു. ആ പയ്യൻ്റെ അമ്മയൊക്കെ വന്നിരുന്നു. അവരൊക്കെ ഒരു വല്ലാത്ത ദയനീയ ഒരു അവസ്ഥയിലാണ് വന്നത്. കാരണം ഇതിനു മുമ്പാണെങ്കിലും ഈ പയ്യൻ ഇതുപോലെ അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ അവർ പറയുകയുണ്ടായി. നമ്മൾ പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോലീസിൽ മാത്രമാണ് പരാതി കൊടുത്തത്. പക്ഷേ MVD വന്ന് ഈ ബൈക്കിൻ്റെയും ഓട്ടോയുടെയും ഫോട്ടോസൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ സ്ഥാപിച്ചതുപോലെ ആ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. നമ്മൾ നിർബന്ധിതരാവുകയാണ്. അതെ. അധികാരികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായും ആ ഒരു നടപടിയിലേക്ക് പോകും. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ ഇല്ല. അത് ഇന്നലെ രാത്രിയിൽ ആരോ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവല്ല കിഴക്കൻമുത്തൂർ മനക്കച്ചിറ റോഡിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആഡംബര ബൈക്ക് അമിത വേഗതയിൽ ഓടിച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ബൈക്കിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടമുണ്ടാവുകയുമായിരുന്നു. ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റു. ഈ ഇടിച്ച ബൈക്കും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇവിടെ നിരന്തരം ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പ്രദേശവാസികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ പറയുന്നത്. പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അപകടങ്ങൾ കൂടി തുടർക്കഥയായതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാൻ തങ്ങൾ നിർബന്ധിതരായത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.